അല്ല മാഷേ, എന്താ ഈ EVM ട്രാക്ക്? സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ അതാണല്ലോ ചർച്ച. നമ്മുടെ വോട്ടൊക്കെ ട്രാക്ക് ചെയ്യോ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സുഗമവും സുതാര്യവുമായ വിന്യാസം ഉറപ്പാക്കുന്നതിന് വികസിപ്പിച്ച സംവിധാനമാണപ്പാ അത്. എന്ന് വെച്ചാ തെളിച്ച് പറ മാഷേ. EVM ട്രാക്ക് അഥവാ EVN ഇൻവെന്ററി ആൻഡ് മാനേജ്മെന്റ് സംവിധാനം. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. വോട്ടെടുപ്പിന് വേണ്ടി EVM വിതരണം ചെയ്യുമ്പോൾ അവയുടെ സീരിയൽ നമ്പറുകൾ അടക്കമുള്ള വിശദാംശങ്ങൾ എഴുതി രജിസ്റ്ററിൽ സൂക്ഷിക്കുകയും കൈകൊണ്ടെഴുതിയ രസീതുകൾ നൽകുകയുമാണ് ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നത്. പോളിംഗിന് ശേഷം കളക്ഷൻ സെന്ററുകളിലേക്ക് EVM കൊണ്ടുവരുമ്പോഴും ഇതുപോലെ തന്നെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതായിരുന്നു രീതി. ഈ പണിരം ഇത്തവണ EVM ട്രാക്ക് സോഫ്റ്റ്വെയർ ചെയ്യും. ഇത്രയുള്ളൂ വ്യത്യാസം. ഇതിലൂടെ ഓരോ EVM ഏത് പോളിംഗ് സ്റ്റേഷനുകളിലേക്കാണ് കൊണ്ടുപോയതെന്നും തിരിച്ച് കളക്ഷൻ സെന്ററിൽ എത്തിയതെന്നുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ സോഫ്റ്റ്വെയർ EVM ഒരു തരത്തിലും നേരിട്ട് ബന്ധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയോ രഹസ്യ സ്വഭാവത്തെയോ ഇത് ബാധിക്കില്ല. എന്തേ, നല്ലതല്ലേ? ഇത് വളരെ നല്ലൊരു സംവിധാനമാണല്ലോ. കാലം മാറിയില്ലേ? അപ്പൊ തിരഞ്ഞെടുപ്പ് ജോലികൾ കൂടുതൽ സുതാര്യവും എളുപ്പവുമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന സംവിധാനമാണിത്. മിടുക്കരായ 2 മലയാളി വിദ്യാർത്ഥികളാണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തതിന് മുഖ്യ പങ്ക് വഹിച്ചത്. അതും നമുക്ക് അഭിമാനമല്ലേ?